ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിയും നല്ല ക്രിസ്പിയുമായിട്ടുള്ള ഒരു പോർക്ക് ഫ്രൈ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മളിന്നൊരു പോർക്ക് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ പീസുകളാക്കി നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പോർക്കാണ്. നമുക്ക് ആ പോർക്ക് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചേക്കാണ്. അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പാത്രത്തിലേക്ക് പോർക്കൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാവേ. സ്വല്പം മഞ്ഞൾ പൊടി ഇട്ടു, സ്വല്പം ഉപ്പിട്ട് കൊടുത്തേ, മീറ്റ് മസാലയെ, ഇപ്പം കാശ്മീരി ചില്ലി പൊടിയെ, വെള്ളമൊക്കെ ഒന്ന് പൊഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാവേ. ഇതൊന്ന് വേകുന്നോടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ. അപ്പം നമ്മുടെ പോർക്ക് നമ്മൾ വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാൻ എടുത്ത് ചൂടായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവേ. അപ്പം നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന പോർക്കിലേക്ക് നമുക്ക് ഒരു 2 സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാവേ. അതായത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടോട്ടെ ഞാൻ ഈ കോൺഫ്ലവർ ചേർത്തേക്കുന്നത്. അപ്പം നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള പോർക്ക് ഫ്രൈ ഉണ്ടാക്കാവേ. അപ്പം നമുക്ക് ഇതിലേക്ക് ഒരു ഗാർലിക് ആൻഡ് ജിഞ്ചർ പേസ്റ്റ് ഇട്ട് കൊടുക്കാവേ. 1 സ്പൂണ് ഗാർലിക് ആൻഡ് ജിഞ്ചർ പേസ്റ്റ് ഇട്ട് കൊടുത്തേ. അപ്പോൾ നമ്മൾ കോൺഫ്ലവറും ഗാർലിക് ആൻഡ് ജിഞ്ചർ പേസ്റ്റും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഇതിലേക്ക് നന്നായിട്ട് ഇത് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം നമ്മുടെ പോർക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഇതുപോലെ എല്ലാം നമ്മുടെ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവേ. ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവേ. മറിച്ചിട്ട് കൊടുത്തു. നമ്മളുടെ പോർക്ക് ഫ്രൈ ഇവിടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പോർക്ക് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കോരി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ബാലൻസ് എണ്ണയിലേക്ക് നമുക്ക് സ്വല്പം കറിവേപ്പിലയും ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് 2 പച്ചമുളക് ഒക്കെ ഒന്ന് വഴറ്റി ഇതാക്കാം. അപ്പോൾ നമ്മൾ നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോർക്ക് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.